നമസ്കാരം, ഞാൻ മനു ജോസ്. നാടക് ഓൺലൈൻ തിയേറ്റർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടക്കുന്ന ക്ലാസ്സുകളിൽ തിയേറ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു സെഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ വിഷയത്തിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരാളെയല്ല, പക്ഷെ പൊതുവിൽ എനിക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് താല്പര്യമുള്ള വിഷയമാണ്. സ്വാഭാവികമായും തിയേറ്റർ മാനേജ്മെൻറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ള വിഷയമായതുകൊണ്ടായിരിക്കാം ഒരു വേള എന്നെ ഈ വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് നാടക് ക്ഷണിച്ചത്. എന്തായാലും ഞാൻ എല്ലാവർക്കും നന്ദി പറയും. ആദ്യമായി, എന്താണ് തിയേറ്റർ? ജൈവമായ പ്രേക്ഷകരുടെ മുന്നിൽ നിയതമായതോ അല്ലാത്തതോ ആയ ഒരിടത്തിൽ ജൈവമായ അഭിനേതാക്കൾ കൂടിച്ചേർന്ന് എന്തെങ്കിലും ഒരു കലാപരിപാടി അവതരിപ്പിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പൊതുവായി പറയാവുന്ന ഒരു പേരാണ് തിയേറ്റർ എന്ന് പറയുന്നത്. ഒപ്പം നമ്മൾ ഈ പെർഫോം ചെയ്യുന്ന അവതരിപ്പിക്കുന്ന ആ ഇടത്തിന് ഭൗതികമായിട്ട് തിയേറ്റർ എന്ന് പറയും. പക്ഷെ വിശാലമായ അർത്ഥത്തിൽ ആ ഒരു പ്രോസസ്സ്, ഒരു ഇടത്തിൽ അഭിനേതാക്കൾ ഒരുമിച്ച് കൂടി എന്തെങ്കിലും ഒരു വിഷയം പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ വലിയ പ്രക്രിയയ്ക്ക് പൊതുവായി പറയുന്ന ഒരു പേര് കൂടിയാണ് തിയേറ്റർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇടപെടുന്ന നാടകം എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ഫോമാണ്. മലയാളത്തിൽ നമ്മൾ തിയേറ്റർ എന്നതിന് രംഗകലകൾ എന്നതാണ് നല്ലൊരു പരിഭാഷ എന്നെനിക്ക് തോന്നുന്നു. അടുത്തതായിട്ട് നമുക്ക് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു പരിഭാഷയാണ്. ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ നയങ്ങളും തന്ത്രങ്ങളും രൂപീകരിക്കുകയും, ശ്രദ്ധിക്കണം, ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ നയങ്ങളും തന്ത്രങ്ങളും രൂപീകരിക്കുകയും അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രകൃതിദത്തവും സാങ്കേതികവും സാമ്പത്തികവും മനുഷ്യശേഷിപരവുമായ വിഭവങ്ങളെ കണ്ടെത്തുകയും ഈ വിഭവങ്ങളെ സർഗാത്മകമായും സമർത്ഥമായും ഉപയോഗിക്കുന്ന സംഘടനാ പ്രവർത്തകരുടെ പരിശ്രമങ്ങളെ ഏകോപിപ്പിച്ച് സംഘടനയുടെ പരമമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുക എന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഈ വിഷയം കേൾക്കുമ്പോൾ ഈ ഒരു നിർവചനം, ഡെഫിനിഷൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തല പെരുക്കും. തിയേറ്റർ മാനേജ്മെൻറ്റ് എന്ന വിഷയവും നമ്മളെ തല പെരുപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇനി എന്തിനാണ് മാനേജ്മെൻറ്റ് എന്ന വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. ഏത് ഓർഗനൈസേഷൻ, കമ്പനി, സംഘടന, ഏത് സംഘടനയും നിലനിൽക്കുന്നത് 3 തൂണുകളുടെ പുറത്താണ്, 3 പില്ലറുകൾ. ആദ്യത്തത് പ്ലാൻഡ് ആണ്, പ്ലാൻ, PLANT, പ്ലാൻഡ്. രണ്ടാമത്തത് നമ്മൾ, പീപ്പിൾ. മൂന്നാമത്തത് പ്രോസസ്. തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തിയേറ്ററിൻ്റെ പെർഫോമിംഗ് സ്പേസ്, റിഹേഴ്സൽ സൗകര്യങ്ങൾ, ഓഫീസ്, ഇതെല്ലാം കൂടിച്ചേർത്ത് ഭൗതികമായ സാഹചര്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്ലാൻഡ് എന്ന് പറയുന്നത്. തിയേറ്ററിനെ സംബന്ധിച്ച് പ്ലാൻഡ് എന്ന് പറയുന്നത് ആ ഭൗതിക സൗകര്യങ്ങൾ. നടന്മാരും സംവിധായകരും സാങ്കേതിക വിദഗ്ധരും സംഘാടകരും പണം നൽകുന്നവരും സഹായിക്കുന്നവരെല്ലാം കൂടി വരുന്ന ആ സംഘത്തെയാണ് നമ്മൾ തിയേറ്ററിൻ്റെ ഭാഷയിൽ പീപ്പിൾ എന്ന ഘട്ടത്തിൽ പെടുത്തുന്നത്. അടുത്തത്, ഇവരെയൊക്കെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പണവും മറ്റു വിഭവങ്ങളും കണ്ടെത്തി ഒരു നാടകം ഉണ്ടാക്കുകയും ആ നാടകം തുടർച്ചയായി പല വേദികളിൽ കളിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അടുത്ത നാടകം ഉണ്ടാക്കുകയും അങ്ങനെ നമ്മളൊരു നാടക സംഘത്തെ മുന്നോട്ട് നയിക്കുന്ന ആ പ്രക്രിയക്കാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നം, ഈ ആദ്യം പറഞ്ഞ 2 ഘടകങ്ങൾ, നമ്മളൊരു നാടക സംഘത്തിന് വേണ്ടി ഒരു തിയേറ്റർ സ്പേസ് ഉണ്ടാക്കുക, റിഹേഴ്സൽ സ്പേസ് ഉണ്ടാക്കുക, ഒരു കെട്ടിടം കെട്ടുക എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നടന്മാരെ കണ്ടെത്തുക, അവർക്ക് പരിശീലനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ രസകരമായ ആവേശകരമായിട്ടുള്ള ഒരു പരിപാടിയേ അല്ല ഈ മൂന്നാമത് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ആൾക്കാരെ കൂട്ടി പണം കണ്ടെത്തി, വിഭവങ്ങൾ കണ്ടെത്തി, നാടകം ഉണ്ടാക്കി, അത് ആൾക്കാരിൽ എത്തിച്ച് എന്ന് പറയുന്നത് വളരെ, ആ പ്രോസസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ വിശകലനാത്മകമായ, ധാരാളം സമയവും ക്ഷമയും നൽകേണ്ട വരണ്ട ഒരു പരിപാടിയാണ്. ഒരു വേള ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരം ചിട്ടവട്ടങ്ങളിൽ പെടാനുള്ള വൈമുഖ്യം കൊണ്ടും പൊതുവിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരോടുള്ള പുച്ഛം കൊണ്ടും കൂടിയാകാം കേരളത്തിൽ തിയേറ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയം പച്ചപിടിക്കപ്പെടാതെ പോയതും. അതിൻ്റെ ഭാഗമായി ഒരു വേള അങ്ങനെ ഒരു തിയേറ്റർ മാനേജ്മെൻറ്റ് ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ നാടകവേദിക്ക് ഉണ്ടാകേണ്ടിയിരുന്ന പ്രൊഫഷണലിസം ഇല്ലാതെ പോയതും എന്നെനിക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വിഷയങ്ങൾ മനുഷ്യൻ ഏറ്റെടുക്കാൻ മടിക്കുന്നത്? വളരെ ലളിതമാണ് അതിൻ്റെ കാരണം. ഞാനൊരു ചെറിയ രസകരമായൊരു എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചെയ്യും. എല്ലാവരും ഒന്ന് കൈ കെട്ടണം. സിമ്പിൾ, കൈ കെട്ടണം. കിട്ടിയോ? ഗുഡ്. ഒന്നുകൂടെ മാറ്റും. ഒന്നുകൂടെ കൈ കെട്ടണം.
മാറ്റിക്കോളൂ. ഇനി നിങ്ങൾ കൈ കെട്ടിയപ്പോൾ ഏത് കൈയാണ് ആദ്യം മേലെ വന്നത്, ഏത് കൈയാണ് ഉള്ളിൽ പോയത്? അപ്പം എനിക്കിത് ആ കൈ കെട്ടിയപ്പോൾ ഈ കൈ മേലെ പോയി, ഈ കൈ അകത്തു. നിങ്ങൾ ചിലപ്പോൾ വലത് കൈയാവാം, ചിലർക്ക് ഇടത് കൈയാകാം മേലെ വന്നിട്ടുണ്ടാവുക. എന്താണെങ്കിലും ഒരിക്കൽ കൂടി വലത് കൈ വന്നവർ ഇടത് കൈ വരാനും ഇടത് കൈ മേലെ വന്നവർ വലത് കൈ വരാനും ശ്രമിച്ചുകൊണ്ട് ഒന്ന് കൈ കെട്ടി നോക്കാമോ? അപ്പം എനിക്ക് വലത് കൈയാണ് വന്നത്, ഞാൻ ഇടത് കൈ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കെട്ടാൻ പോവാണ്. സിമ്പിൾ. എന്താ നിങ്ങൾക്ക് തോന്നിയ കാര്യം? ഏത് ഉറക്കത്തിൽ നിങ്ങളെ വിളിച്ചെണീപ്പിച്ച് കൈകെട്ടാൻ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം ഒന്ന് മാറ്റി ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമുക്കുണ്ടായ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേ? ഇത് തന്നെയാണ് കാര്യം. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാറ്റമാണ്. തിയേറ്റർ മാനേജ്മെൻറ്റ് നമ്മളെ വ്യക്തികളെന്ന നിലയ്ക്ക്, സംഘടനയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, തിയേറ്റർ മാനേജ്മെൻറ്റ് നിങ്ങൾ അടുത്ത് പരിചയപ്പെടാൻ തുടങ്ങിയാൽ വ്യക്തികളെന്ന നിലയ്ക്ക് നിങ്ങളെ ആ അറിവ് മാറ്റിയിരിക്കും. ഒരു വേള അങ്ങനെ മാറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, കാരണം മാറ്റമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? അതുകൊണ്ടായിരിക്കാം തിയേറ്റർ മാനേജ്മെന്റ് എന്ന വിഷയം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത്. നമുക്ക് നാടകത്തിന്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ശ്രമത്തിലൂടെ നമുക്ക് വലിയൊരു മാറ്റം അതിൽ കൊണ്ടുവരാം. എന്താണ് തിയേറ്റർ മാനേജ്മെന്റ്? കേരളത്തിലെ തിയേറ്ററിനെ സംബന്ധിച്ച് പലപ്പോഴും സംവിധായകനോ അഭിനേതാവോ സംഘാടകരോ അഭ്യുദയകാംക്ഷികളോ എല്ലാവരും കൂടിച്ചേർന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ആ അദൃശ്യമായിട്ടുള്ള പണിയാണ് തിയേറ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതങ്ങനെ തുടർന്നാൽ പോരെ? എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ ഇത്ര വലിയ വിഷയമാക്കുന്നത്? ഇതൊന്നുമില്ലാതെ ഇവിടെ പണ്ട് നാടകം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇപ്പോഴിവിടെ നാടകം കളിക്കുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തിട്ടാണോ പഠിച്ചിട്ടാണോ നാടകം കളിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വേള തോന്നിയേക്കാം. പക്ഷേ കേരളത്തിൽ വളരെ ആവേശത്തോടെ ആരംഭിച്ച എത്ര നാടക സംഘങ്ങൾ സക്സസ്ഫുള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആ വാക്ക് അടിവരയുടെയാണ്, വെറുതെ നിൽക്കുന്നതെന്നല്ല, വിജയകരമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഈ തിയേറ്റർ മാനേജ്മെൻ്റ് എന്ന വിഷയത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ തിയേറ്റർ മാനേജ്മെൻറ്റിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കാനുള്ള ആദ്യ പടിയായിട്ട് മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വളരെ വരണ്ട നിർവചനത്തെ നമുക്കൊന്ന് മുറിച്ച് കഷ്ണങ്ങളായി ഒന്ന് അടുത്ത് പരിചയപ്പെട്ടു നോക്കാം. ആദ്യത്തെ കാര്യം, ഒന്ന്, സംഘടനയുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കണം. രണ്ട്, അവ നേടിയെടുക്കാൻ ആവശ്യമായ നയങ്ങളും തന്ത്രങ്ങളും രൂപീകരിക്കണം. മൂന്ന്, അവ നടപ്പിലാക്കാൻ ആവശ്യമായ പ്രകൃതിദത്തവും സാങ്കേതികവും സാമ്പത്തികവും മനുഷ്യശേഷീപരവുമായ വിഭവങ്ങളെ നമ്മൾ കണ്ടെത്തണം. നാല്, ഈ വിഭവങ്ങളെ സമർത്ഥമായും സർഗാത്മകമായും ഉപയോഗിക്കുന്ന സംഘടനാ പ്രവർത്തകരുടെ പരിശ്രമങ്ങളെ ഏകോപിപ്പിക്കണം. അഞ്ച്, സംഘടനയുടെ പരമമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ ഇല്ലയോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ വിലയിരുത്തണം. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ രൂപീകരിക്കണം, വിഭവങ്ങളെ കണ്ടെത്തണം, പരിശ്രമങ്ങളെ ഏകോപിപ്പിക്കണം, വിജയിച്ചോ ഇല്ലയോ എന്ന് വിലയിരുത്തണം. ഇതെല്ലാം കൂടി ചേർന്ന ആ പ്രക്രിയ, ആ പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ നിർവചന പ്രകാരം ഒരു സംഘടന ആരംഭിക്കാനുള്ള ആദ്യ പടിയായി നമ്മൾ ചെയ്യേണ്ടത് സംഘടനയുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ആലയിൽ വെച്ച് നടന്ന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആലയിൽ വെച്ച് നടന്ന സ്മാർട്ട് എൻ്റെ ഒരു തിയേറ്റർ മാനേജ്മെൻറ്റ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ പ്രധാനപ്പെട്ട ഒരു സെഷൻ കൈകാര്യം ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത നാടക സംവിധായകനായിട്ടുള്ള സുനിൽ ഷാൻബാഗാണ്. അപ്പോൾ ആ സെഷനിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ ഒരു കാര്യം, പല നാടക സംഘങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം, പെർഫോമൻസിന് ശേഷം സുനിൽ പോയി കണ്ട് സംസാരിക്കുമ്പോൾ നല്ല നാടകങ്ങളാണ്, നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഇവർ ഈ നാടകം അല്ലെങ്കിൽ ഈ പെർഫോമൻസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പലരുടെയും ഉത്തരം, അല്ല അത് നല്ല സ്ക്രിപ്റ്റാണ്, അല്ലെങ്കിൽ അത് ഞങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ഈ കാലത്തിന് അനുയോജ്യമായി തോന്നി എന്നൊക്കെ പറയുന്ന വളരെ പൊതുവായിട്ടുള്ള കുറേ ഉത്തരങ്ങളാണ് അദ്ദേഹത്തിന് പലപ്പോഴും കിട്ടാറുള്ളത്. നോക്കൂ, നല്ല പെർഫോമൻസ് ആണ്, എല്ലാം ശരിയാണ്, പക്ഷെ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല. പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. തിയേറ്റർ മാനേജ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടം തോന്നുന്ന, കൗതുകരമായി തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചാടിക്കയറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു സംഘം എന്ന രീതിയിൽ ആ സംഘം എനർജിയോടുകൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അങ്ങനെ ചെയ്താൽ സംഘടനയുടെ വിലപ്പെട്ട സമയവും ഊർജവും നഷ്ടപ്പെടുകയും പ്രവർത്തകരുടെ ആവേശം ക്രമേണ ഇല്ലാതാകുകയും ക്രമേണ ആ സംഘം ക്ഷയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയാണ് ഒരു സംഘം എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന അടിസ്ഥാന ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. ശ്രദ്ധിക്കണം, എന്തിനു വേണ്ടിയാണ് ഒരു സംഘം നിലകൊള്ളുന്നത് എന്ന ആ അടിസ്ഥാന ചോദ്യം നിങ്ങളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 വാക്കുകളിലേക്ക് കൊണ്ടെത്തിക്കും. വിഷൻ, മിഷൻ ആൻഡ് കോർ വാല്യൂ. വിഷൻ നിങ്ങളുടെ ദർശനം, മിഷൻ ദൗത്യം, കോർ വാല്യൂസ് കാതലായ മൂല്യങ്ങൾ. നിങ്ങളുടെ സംഘത്തിൻ്റെ വിഷൻ, മിഷൻ, കോർ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ദർശന, ദൗത്യ, കാതലായ മൂല്യ പ്രഖ്യാപനങ്ങൾ കണ്ടെത്തുന്നതും വ്യക്തമായി എഴുതി തയ്യാറാക്കുന്നതും അത് കൃത്യമായി നിങ്ങളുടെ പ്രവർത്തകരോട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതും അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഈ സംഘത്തിൻ്റെ നിലനിൽപ്പിന് ഒരു വലിയ പേർപ്പസ്, ഉദ്ദേശം നൽകുമെന്ന് മാത്രമല്ല, അത് ഓരോ പ്രവർത്തകരെയും പ്രചോദിപ്പിക്കുകയും ലക്ഷ്യത്തിലേക്ക് ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഇതോട് കൂടിയിട്ടാണ് നമ്മൾ സാധാരണ ജോലി ചെയ്യുന്ന, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം പറയുന്നൊരു വാചകമുണ്ട്, ഭയങ്കര വർക്ക് പ്രഷറാണ്. ഈ വർക്ക് പ്രഷർ വർക്ക് പ്ലഷർ ആയി മാറുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ആ പർപ്പസ് നമുക്ക് മനസ്സിലാകുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ നാടക സംഘത്തിൻ്റെ വിഷൻ, മിഷൻ, കോർ വാല്യൂസ് നിങ്ങളുടെ പ്രവർത്തകരോട് നിങ്ങൾ ആശയവിനിമയം നടത്തി കഴിയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ അയാൾ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് കൂടി ഗുണമുണ്ടാകുന്നു എന്ന തിരിച്ചറിവോടെയാണ്. ആ തിരിച്ചറിവ് അയാളെ കിടക്കയിൽ നിന്നും വളരെ സന്തോഷത്തോടെ എഴുന്നേൽപ്പിക്കും. ഇനി നിങ്ങളുടെ വിഷൻ, മിഷൻ, കോർ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് എത്താനുള്ള ആദ്യ പടി വളരെ ഫിലോസോഫിക്കലായിട്ടുള്ളൊരു ചോദ്യം സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. ആ ചോദ്യം ഹു ആം ഐ എന്നതാണ്. നിങ്ങൾ ആരാണ് എന്ന് മറ്റുള്ളവർ അറിയേണ്ടതുണ്ടോ? എന്തിനാണ് അവർ അറിയുന്നത്? എന്തുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളോട് ആകൃഷ്ടരാകുന്നത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് ഇവിടെ നമ്മളോട് സ്വയം ചോദിക്കാൻ പോകുന്നത്. വൈ, ഹൗ ആൻഡ് വാട്ട്. ഈ വൈ എന്ന് പറയുന്നതാണ് എന്തിനാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ചോദ്യത്തിൽ നിന്നാണ് നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ ദർശനം കണ്ടെത്താൻ പോകുന്നത്. നമ്മൾ എന്തിനായി നിലകൊള്ളുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈ ഡു യു ഡു വാട്ട് യു ഡു എന്ന രസകരമായ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തി വിശദീകരിക്കുന്നതാണ് ഈ വൈ എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ, ആ വിഷൻ കണ്ടെത്തി കഴിയുമ്പോൾ, യുവർ വിഷൻ പ്രൊവൈഡ്സ് ഡിറക്ഷൻ. ആ വിഷൻ, ആ ദർശനം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശാബോധം നൽകും. രണ്ടാമത്തത് ഹൗ ആണ്, മിഷനാണ്. നിങ്ങൾ നേരത്തെ കണ്ട നിങ്ങളുടെ ആ ദർശനത്തിലേക്ക് എത്തിച്ചേരാനായി എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന് വിശദീകരിക്കുന്നതാണ് ഈ ഹൗ എന്ന് പറയുന്നത്. യുവർ മിഷൻ ക്രിയേറ്റ്സ് ഫോക്കസ്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിഷൻ പ്രൊവൈഡ്സ് ഡയറക്ഷൻ, നിങ്ങൾക്കൊരു ദിശ നൽകുന്നു. പക്ഷെ നിങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, നിങ്ങളുടെ ദൗത്യ നിർണയ പ്രഖ്യാപനമാണ്. അതാണ് നിങ്ങളുടെ ആ യാത്രയിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത, ഫോക്കസ് നൽകാൻ പോകുന്നു. മൂന്നാമത്തത് വാട്ട്, കോർ വാല്യൂസ്, കാതലായ മൂല്യങ്ങൾ. ഈ ദൗത്യ നിർവഹണത്തിനിടയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങളും മാനദണ്ഡങ്ങളുമാണ് കാതലായ മൂല്യങ്ങൾ. യുവർ കോർ വാല്യൂസ് ഡിഫൈൻസ് യുവർ ബിഹേവിയർ. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പാലിക്കേണ്ട ആചാര മര്യാദകളെയൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ച് കാണിക്കുന്ന, നിങ്ങളുടെ ശീലങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നതാണ് ഈ വാട്ട് എന്ന ചോദ്യം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. വിഷൻ, ദർശനം. വൈ ഡു യു ഡു വാട്ട് യു ഡു. നിങ്ങളുടെ സംഘം ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെ പിറകിലുമുള്ള എന്തുകൊണ്ട് എന്നതിന് ഉത്തരം കണ്ടെത്തിയാൽ അതാണ് വിഷൻ. ശ്രദ്ധിക്കണം, ഞാൻ ഈ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് കുറച്ച് തല പൊളിക്കുന്ന കാര്യമാണ്, വളരെ അനലിറ്റിക്കലായ കാര്യമാണ്. സമയം വേണ്ട, ക്ഷമയോടെ വീണ്ടും വീണ്ടും ഈ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതാണ്.
ആ ബോറടി എന്നോടൊപ്പം നിങ്ങളെല്ലാവരും സഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കതുകൊണ്ട് എന്തായാലും ഗുണമേ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കാര്യം വിഷൻ, ദർശനം. നിങ്ങളുടെ സംഘം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പുറകിലുള്ള എന്തുകൊണ്ട് എന്നതിന് ഉത്തരം കണ്ടെത്തിയാൽ അതാണ് നിങ്ങളുടെ വിഷൻ. അതായത് നിങ്ങളുടെ സംഘടനയെക്കുറിച്ചുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ അഭിനിവേശങ്ങളും ഇതൊക്കെയാണ് ആക്ച്വലി വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും ടൈംലെസ്, അതായത് നമ്മൾ പറയില്ലേ ഭൂതം ഭാവി വർത്തമാന കാലങ്ങളിലല്ല, പകരം കാലാതീതമായിട്ടായിരിക്കും എഴുതുക, ടൈംലെസ് ആയിട്ടായിരിക്കും എഴുതുക. നമുക്ക് ഒന്ന് രണ്ട് രസകരമായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഈ ഫിലാഡൽഫിയയിലുള്ള ഒരു എൻചാൻമെന്റ് തിയേറ്റർ കമ്പനി, അവരുടെ ETC എന്ന് പറയുന്ന ആ സംഘത്തിൻ്റെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ETC aspires to transform young audiences into creative, curious and compassionate adults. കുട്ടികളായ പ്രേക്ഷകരെ സർഗാത്മകതയും ജിജ്ഞാസയും കാരുണ്യവുമുള്ള മുതിർന്നവരായി രൂപപ്പെടുത്തിയെടുക്കണം. ഇതാണ് ETC എന്ന് പറയുന്ന നാടക സംഘത്തിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നോക്കൂ, അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 5 വർഷത്തിനിടയിൽ ഞങ്ങളിത് ചെയ്യും, ഇത്ര കുട്ടികളെ ചെയ്യും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു ദീർഘകാലത്തേക്കുള്ള അവരുടെ മനസ്സിലുള്ളൊരു ദർശനമാണ് കുട്ടികളായ പ്രേക്ഷകരെ സർഗാത്മകതയും ജിജ്ഞാസയും കാരുണ്യവുമുള്ള മുതിർന്നവരാക്കി രൂപപ്പെടുത്തിയെടുക്കും എന്നുള്ളത്. മറ്റൊരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെത്, അത് കുറച്ച് വലുതാണ്. ഇത് വെർജീനിയയിലുള്ള ഒരു തിയേറ്റർ, ഫാങ്ക്വയർ, ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ, FCT. The FCT seeks to provide rewarding and memorable aesthetic experience to its audiences, participants and supporters want to be a valued cultural asset of the community. തങ്ങളുടെ പ്രേക്ഷകർക്കും പങ്കാളികൾക്കും പിന്തുണ നൽകുന്നവർക്കും എക്കാലവും ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നതും പ്രയോജനകരവും മനോഹരവുമായ അനുഭവങ്ങൾ നൽകുകയും സമൂഹത്തിന് മൂല്യമുള്ള ഒരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ് FCT എന്നുള്ള കമ്പനിയുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതും നേരത്തെ പറഞ്ഞ പോലെ ടൈംലെസ് ആണ്. ഇത്ര കാലത്തിനിടയിൽ നിന്നല്ല, അത് ഒരു ദീർഘകാലത്തേക്കുള്ളൊരു ദർശനമാണ്. ഇനി ലോകപ്രശസ്തമായ നമ്മളെല്ലാവരും കുട്ടിക്കാലം തൊട്ട് കണ്ടു വളരുന്ന മനോഹരമായ ഒരു കമ്പനി വാൾട്ട് ഡിസ്നി. ഡിസ്നിയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി. അപ്പോൾ എത്ര ബ്യൂട്ടിഫുൾ, എത്ര ലളിതമാണ്, ടു മേക്ക് പീപ്പിൾ ഹാപ്പി. ഇനി ഐക്കിയ എന്ന് പറയുന്ന ഒരു ലോകപ്രശസ്ത കമ്പനിയുണ്ട്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ്. കാരണം അവർ ഈ അടുക്കളയിലുള്ള വീട്ടിലെ സാധനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ കൂട്ടി യോജിപ്പിച്ച്, എന്നാൽ വളരെ രസകരമായിട്ട് വീട്ടിലെ സ്ഥലം സേവ് ചെയ്യാനും പണി എളുപ്പമാക്കാനൊക്കെ പറ്റുന്ന പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ലോകപ്രശസ്തമായ ഒരു കമ്പനിയാണ് ഐക്കിയ. ഞാനീ പറഞ്ഞു തന്നെയാണ് അവരുടെ ദർശനം, ടു ക്രിയേറ്റ് എ ബെറ്റർ എവറിഡേ ലൈഫ് ഫോർ ദ മെനി പീപ്പിൾ. നോക്കൂ, ടു ക്രിയേറ്റ് എ ബെറ്റർ എവറിഡേ ലൈഫ്, സാധാരണ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഐക്യ എന്നുള്ള കമ്പനിയുടെ ഒരു ദർശനം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് എന്നും, ശ്രദ്ധിക്കണം, എന്താണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത് എന്നും അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഈ ലോകം എങ്ങനെ ഉണ്ടാകും എന്നും വളരെ വ്യക്തമായി കാലാതീതമായി പ്രസ്താവിക്കുന്നതാണ് നിങ്ങളുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ദർശന പ്രസ്താവന. അടുത്തത് മിഷൻ, ദൗത്യ പ്രഖ്യാപനമാണ്. മിഷൻ എക്സ്പ്ലെയിൻസ് ഹൗ യു വർക്ക് ടുവേർഡ്സ് റീച്ചിങ് യുവർ വിഷൻ. നിങ്ങളുടെ സംഘത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് മെഷറബിളായ, അളക്കാവുന്ന രീതിയിൽ നിർവചിക്കുന്നതാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദൗത്യ പ്രസ്താവന എപ്പോഴും വർത്തമാന കാലത്തിലായിരിക്കും. നോക്കൂ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു വാചകമായിട്ട് പറഞ്ഞാൽ പോരാ, നമ്മളത് അച്ചീവ് ചെയ്തോ നേടിയെടുത്തോ ഇല്ലയോ എന്ന് അളക്കാൻ പറ്റുന്ന ഭാഷയിലായിരിക്കണം നമ്മളത് പ്ലാൻ ചെയ്യേണ്ടത്. രണ്ട്, അത് വർത്തമാന കാലത്തിലാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, വർത്തമാന കാലത്തിലാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക. നേരത്തെ നമ്മൾ പറഞ്ഞ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ, അതായത് ആ ETC എന്ന് പറഞ്ഞ കുട്ടികളായ പ്രേക്ഷകരെ സർഗാത്മകതയും ജിജ്ഞാസയും കാരുണ്യവുമുള്ള മുതിർന്നവരായി രൂപപ്പെടുത്തിയെടുക്കണം എന്ന ദർശനം മുന്നോട്ട് വെച്ച നാടക സംഘത്തിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ആ ദർശനം നേടിയെടുക്കാനായി അവരെന്താണ് എല്ലാ ദിവസവും ചെയ്യുന്നത്? അരങ്ങിലും ക്ലാസ് റൂമിലും നടത്തപ്പെടുന്ന ഭാവനാത്മക കഥ പറച്ചിൽ പരിപാടികളിലൂടെ കുട്ടികളെ സ്വപ്നം കാണാനും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടെത്താനും ചിന്തിക്കാനും ബന്ധങ്ങൾ വളർത്താനും സഹായിക്കുക എന്നതാണ്.
നമുക്ക് ഇതൊരു വെറും ആശയമായിട്ട് നിൽക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് മെഷറബിളാണ്. അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ ഇത്തരം സ്വഭാവവിശേഷങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടോ, വളർന്നു വരുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് അധ്യാപകരോട് ചോദിച്ചാൽ, നമുക്ക് സുഹൃത്തുക്കളോടും ടീച്ചേഴ്സിനോടും ചോദിച്ചാൽ കുട്ടികളിൽ ഈ മാറ്റമുണ്ടോ എന്ന് നമുക്ക് കൃത്യം അളന്നെടുക്കാൻ കഴിയും. അതാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ വാൾട്ട് ഡിസ്നിയുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ടു മേക്ക് പീപ്പിൾ ഹാപ്പി എന്നതാണ് വിഷൻ, ദർശനം. പക്ഷെ അതിലേക്ക് എത്താനുള്ള, ആ മനുഷ്യരെ സന്തോഷിപ്പിക്കാനുള്ള ദൗത്യത്തിൽ അവർ ചെയ്യുന്ന എന്താ? ടു എൻ്റർടൈൻ, ഇൻഫോം ആൻഡ് ഇൻസ്പയർ പീപ്പിൾ അറൗണ്ട് ദ ഗ്ലോബ് ത്രൂ ദ പവർ ഓഫ് അൺപാരൽഡ് സ്റ്റോറി ടെല്ലിംഗ്, റിഫ്ലക്റ്റിംഗ് ദ ഐക്കോണിക് ബ്രാൻഡ്സ്, ക്രിയേറ്റീവ് മൈൻഡ്സ് ആൻഡ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ദാറ്റ് മേക്ക് അവർ ദ വേൾഡ്സ് പ്രീമിയർ എൻ്റർടൈൻമെൻറ്റ് കമ്പനി. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുവന്നു പകരം വെക്കാനില്ലാത്ത രീതിയിലുള്ള കഥപറച്ചിൽ രീതികളിലൂടെ മനുഷ്യരെ സന്തോഷിപ്പിച്ച് ലോകത്തെ ഏറ്റവും വലിയ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയായി മാറുക എന്നതാണ് പ്രയോഗത്തിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ദർശനം നേടിയെടുക്കാനായി എല്ലാ ദിവസവും നിങ്ങൾ എന്തു ചെയ്യും എന്ന വളരെ പ്രായോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ് നിങ്ങളുടെ ദൗത്യ പ്രസ്താവന. ഇത് പ്രസന്റ് ടെൻസിൽ, വർത്തമാന കാലത്തിലാണ് എഴുതേണ്ടത്. ഇനി ഭൗതികമായിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നത് ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഇതൊരു എയർലൈൻ കമ്പനി, ഒരു വിമാന കമ്പനി അവരുടെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ ഒരു എക്സ്പീരിയൻസ് ആണ്. നോക്കൂ, ഈ മിഷൻ കോർ വാല്യൂസ് എന്ന് തയ്യാറാക്കുന്ന സമയത്ത് വിഷൻ തന്നെ ആദ്യം എഴുതണം, മിഷൻ പിന്നാലെ വരണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് മൂല്യങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതാൻ തോന്നുക. ചിലപ്പോൾ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടായിരിക്കും നമുക്ക് അതിൽ നിന്നും നമ്മളുടെ ഒരു ദർശനം നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഈ വിമാന കമ്പനി അവരുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദൗത്യ നിർവഹണ പ്രഖ്യാപനമാണ് ആദ്യം എഴുതിയത്. ഓരോ ദിവസവും പ്രായോഗികമായിട്ട് അവരെന്ത് ചെയ്യും എന്ന കാര്യമാണ് അവർ അനലൈസ് ചെയ്ത് അവരെഴുതിയത്. അതിങ്ങനെയാണ്: കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ഇടപാടുകാരുടെ പരാതികളുടെ എണ്ണം പരമാവധി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് വ്യോമയാന വ്യവസായ രംഗത്തെ ഏറ്റവും വിശ്വസനീയ വിമാന കമ്പനിയായി മാറുക എന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ആ കമ്പനിയിലെ ജോലിക്കാർ വന്നു കഴിഞ്ഞാൽ പ്രായോഗികമായി എന്തു ചെയ്യുന്നു എന്ന കാര്യത്തെ ഓർത്തെടുത്താണ് അവർ എഴുതിയത്. ഇനി ഈ ദൗത്യത്തിൽ നിന്നും എങ്ങനെയാണ് അവരവരുടെ ഒരു വിഷൻ, അവരുടെ ദർശനം കണ്ടെത്തിയത്? അത് രസകരമായിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കണം, നിങ്ങളുടെ ദൗത്യ പ്രഖ്യാപനത്തിൻ്റെ പിറകിലുള്ള മാനുഷിക മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുക. എനിക്ക് ഈ വ്യക്തിപരമായിട്ട് ഈ ഒരു എക്സാമ്പിൾ വളരെ രസകരമായിട്ട് തോന്നി. അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് രസമായിട്ട് തോന്നി. നമ്മൾ എന്താണ് നിത്യജീവിതത്തിൽ ചെയ്യുന്നത് എന്നതിനെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും വീണ്ടും ആഴത്തിൽ പോയി എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്ന വിഷൻ കണ്ടെത്തുക. അപ്പോൾ അവർ ചെയ്തത് അതിൻ്റെ പിറകിലുള്ള മാനുഷിക മൂല്യങ്ങൾ. ഇപ്പോൾ കൃത്യസമയത്തെത്തും എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, യാത്രക്കാർ പലരും ഇവിടെ നിന്ന് ഒരു എയർപോർട്ടിൽ ചെന്ന് അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി പോകണം, അല്ലെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുന്ന ബന്ധുവിനെ കാണണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകണം. അങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സോടുകൂടി യാത്ര ചെയ്യുന്ന ആൾക്കാരോട് വിമാന കമ്പനി പറയുകയാണ്, ഡോണ്ട് വറി, അഥവാ നമ്മൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ കുറച്ച് വൈകിയാലും നിങ്ങളെ കൃത്യസമയത്ത് ഞങ്ങളവിടെ എത്തിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ ആ യാത്രക്കാരുടെ ടെൻഷൻ, സ്ട്രെസ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 2, പരാതികളുടെ എണ്ണം കുറയ്ക്കുന്നു പറയുമ്പോൾ എന്താ? ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഞാൻ യാത്രയിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും നിങ്ങൾ സന്തോഷത്തോടെ അവിടെ എത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 മൂല്യങ്ങളാണ് അവർ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എടുത്തത്. എന്നിട്ട് അവർ എഴുതിയത് എന്താണ്? സമ്മർദ്ദങ്ങളില്ലാത്തതും ആസ്വാദ്യകരവുമായ വിമാനയാത്ര ഒരുക്കിക്കൊണ്ട് യാത്രികരെ സന്തോഷത്തോടെ കൃത്യസമയത്ത് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കും. അപ്പോൾ ആദ്യം ദൗത്യം എന്ന് പറഞ്ഞത് നിത്യേന ചെയ്യുന്ന പ്രായോഗിക കാര്യങ്ങളാണ്. അത് പ്രസന്റ് ടെൻസിലാണ്. പക്ഷേ ഇവിടെ സമ്മർദ്ദങ്ങളില്ലാത്തതും ആസ്വാദ്യകരവുമായ വിമാനയാത്ര ഒരുക്കിക്കൊണ്ട് യാത്രികരെ സന്തോഷത്തോടെ കൃത്യസമയത്ത് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുമെന്നത് ടൈംലെസ്സാണ്. അത് ഏത് കാലത്താണെങ്കിലും ഞങ്ങൾ ഈ കമ്പനി ഉള്ളിടത്തോളം കാലം ഞങ്ങളത് ചെയ്തിരിക്കും എന്ന ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ എഴുതിയത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും കുറച്ച് ഇമോഷണലായി. ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞു നേരത്തെ വാൾട്ട് ഡിസ്നിയുടെ കാര്യം, മേക്ക് പീപ്പിൾ ഹാപ്പി അല്ലേ? ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വാവ്, ആ ഇമോഷനെയാണ് അവർ തൊടുന്നത്. ഐക്കിയ, നമ്മൾ പറഞ്ഞ ആ വീട്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി എന്താ പറയുന്നത്? പ്രായോഗികമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ എളുപ്പമാക്കും.
അപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന, അടുക്കള പണി ചെയ്യുന്ന ഏത് മനുഷ്യനും ആ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം, അവരുടെ പ്രോഡക്റ്റ് വാങ്ങാൻ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ നിങ്ങൾ ഭൗതികമായിട്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ വിഷൻ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ തുടങ്ങുമ്പോൾ, വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ മേക്ക് ഇറ്റ് ഇമോഷണൽ, അല്ലെങ്കിൽ ആ നിങ്ങളുടെ ദൗത്യത്തിൻ്റെ ഇടയിൽ നിന്നും ആ മനുഷ്യർക്കുണ്ടാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഘടകങ്ങളെ ഒന്ന് കണ്ടെത്തിയിട്ട് അത് നിങ്ങളുടെ ദർശന പ്രഖ്യാപനത്തിൽ ആ വാക്കുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമുക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. അപ്പോൾ അടുത്തത് നമ്മളിനി പോകാൻ പോകുന്നത് ഇനിയും ആഴത്തിലുള്ള മറ്റൊരു വിഷയത്തിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോർ വാല്യൂസ് അഥവാ കാതലായ മൂല്യങ്ങൾ. എന്താണ് കാതലായ മൂല്യങ്ങൾ? ജീവിതത്തിൽ എന്താണ് പ്രധാനപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷൻ, അതായത് ദർശനത്തിലേക്ക് എത്താനുള്ള ദൗത്യ നിർവഹണത്തിനിടയിൽ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് വാശിയോടെ തീരുമാനിക്കുന്ന നോൺ നെഗോഷ്യബിൾ ആയ തത്വങ്ങളെയും മാനദണ്ഡങ്ങളെയുമാണ് കോർ വാല്യൂസ് അഥവാ കാതലായ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, ഇത് കുറച്ച് ശ്രദ്ധ വേണ്ട കാര്യമാണ്. നമ്മൾ നേരത്തെ നമ്മുടെ സംഘത്തിന്റെ ദർശനം എന്താണ്, എവിടെയാണ് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങോട്ട് എത്തിച്ചേരാൻ ഓരോ ദിവസവും നമ്മൾ സ്വീകരിക്കുന്ന മാർഗത്തെ വ്യക്തമാക്കുന്ന ദൗത്യ രൂപരേഖയെ കുറിച്ച്, മിഷൻ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ ഞങ്ങൾ ഈ മുന്നോട്ടുള്ള ഈ ദൗത്യ ആ യാത്രയിൽ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോംപ്രമൈസ് ചെയ്യാതെ, എന്തൊക്കെ മൂല്യങ്ങളാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുക, നിലനിർത്തുക എന്ന് പറയുന്ന ആ കാര്യങ്ങളാണ്, നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ആ കാര്യങ്ങളാണ് നിങ്ങളുടെ കോർ വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള എൻ്റെ യാത്രയിൽ ഞാൻ 1, 2, 3, 4 കാര്യങ്ങൾ, ഇത് വിട്ടിട്ടുള്ള പരിപാടിയില്ല മോനെ, എനിക്ക് അവിടെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത് വിട്ടിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് നമ്മൾ പറയുന്ന മൂല്യങ്ങൾ, അതാണ് നമ്മുടെ കോർ വാല്യൂസ്. ഈ കോർ വാല്യൂസ് ഈ സംഘത്തിലെ അംഗങ്ങളെല്ലാം ഒരേ മനസ്സോടെ ഈ മൂല്യങ്ങൾ പങ്കിടുമ്പോൾ, അതിനോട് പൊരുത്തപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സംഘത്തിന് വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഈ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംശയം ഞാൻ പറയാം. ഒന്ന്, ഈ മൂല്യങ്ങളും ശേഷികളും നൈപുണ്യങ്ങളും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ. എന്താണ് മൂല്യങ്ങൾ, എന്താണ് ശേഷികൾ അഥവാ നൈപുണ്യങ്ങൾ? ഇത് തമ്മിൽ ചില സാമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് വ്യത്യസ്തമാണ്. വാല്യൂസ് ആർ ഇൻടാഞ്ചിബിൾ, അതായത് മൂല്യങ്ങൾ എന്ന് പറയുന്നത് അദൃശ്യമാണ്, അസ്പഷ്ടമാണ്, തൊട്ടറിയാൻ കഴിയാത്തതാണ്. ഒരു വ്യക്തിയുടെ വികാരങ്ങൾ, കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ, മുൻഗണനകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അയാൾ എങ്ങനെ ലോകത്തെ അനുഭവിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് മൂല്യങ്ങൾ. ഇത് തൊട്ടറിയാനാകാത്ത അദൃശ്യമായ ഒന്നാണ്. ഇനി വാല്യൂസ് എന്ന് പറയുന്നത്, കോമ്പറ്റൻസീസ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്, സ്പഷ്ടമായ, ഇന്ദ്രിയ ഗോചരമായ, പ്രകടമായ, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് പ്രദർശിപ്പിക്കുന്ന, വസ്തുനിഷ്ഠമായി നമുക്ക് നിരീക്ഷിക്കാനും അളക്കാനും കഴിയുന്ന പ്രാപ്തികളാണ് നൈപുണ്യങ്ങൾ അഥവാ ശേഷികൾ എന്ന് പറയുന്നത്. ഇനി ഒരു സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളെ, ആശയങ്ങളാണ് അല്ലെ, ആ മൂല്യങ്ങളെ നിങ്ങളുടെ നൈപുണ്യങ്ങളിലൂടെ, പ്രായോഗികമായി നിങ്ങളുടെ ശേഷികളിലൂടെ പ്രവൃത്തി പദത്തിൽ എത്തിച്ചാലല്ലേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ സത്യസന്ധനാണ് എന്ന് ആൾക്കാരോട് പറയുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. ഞാൻ സത്യസന്ധനാണോ എന്നുള്ള എൻ്റെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെ? ഞാൻ ജീവിതത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തിയിൽ ആ കഴിവ് പ്രായോഗികമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? തൊട്ടറിയാൻ, കണ്ടറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് വരുമ്പോഴാണ് അല്ലേ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി എന്തുകൊണ്ടാണ് കോർ വാല്യൂസ് വളരെ പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് രസകരമായ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷൻ മിഷൻ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചത് ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞ ETC എന്ന കമ്പനിയുടെ വിഷൻ, ദർശനം എന്ന് പറയുന്നത് കുട്ടികളെ ജിജ്ഞാസയും കാരുണ്യവുമുള്ള മുതിർന്നവരാക്കി രൂപപ്പെടുത്തിയെടുക്കണം. കൊള്ളാം, നല്ലതാണ്. കുട്ടികളെ വളർന്നു വരുമ്പോൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള മുതിർന്നവരായി രൂപപ്പെടുത്തണം. ഇനി ഇതിനു വേണ്ടി എന്താണ് ആ കമ്പനി ചെയ്യുന്നത്? അത് ആ വിഷൻ നേടാനായിട്ട് അവരുടെ ദൗത്യം കഥ പറച്ചിൽ പരിപാടികളിലൂടെ കുട്ടികളെ സ്വപ്നം കാണാനും മറ്റും സഹായിക്കുക. ഇതാണ് ദൗത്യം.
ഇനി നോക്കണേ, അപ്പൊ ഈ കുട്ടികളെ കാരുണ്യമുള്ള മുതിർന്നവരാക്കി വളർത്താൻ വേണ്ടി അവരോട് കഥ പറയുകയും അവരെ നാടകം കാണിക്കുകയും കലാപരിപാടികൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു നടൻ കുട്ടികളുടെ ഈ സ്കൂളിലേക്ക് കഥ പറയാനായി എത്തുകയാണ്. ഈ പരിപാടിയിൽ എത്തുന്ന ഈ നാടകക്കാരൻ പരിപാടിയുടെ ഇടയിൽ വർത്തമാനം പറയുന്ന കുട്ടികളെ വഴക്ക് പറയുകയോ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ എന്താ ചോദിച്ചോ മിണ്ടത് എന്ന് പറഞ്ഞ് കളിയാക്കുകയോ സമൂഹത്തിൽ രൂഢമൂലമായിരിക്കുന്ന ലിംഗവാർപ്പ് മാതൃകകളെ, അല്ലെ, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ആണെന്ന് വെച്ചാൽ ഇങ്ങനെയാവണം, പെണ്ണെന്ന് വെച്ചാൽ നാണം കൂടി നിൽക്കണം എന്നൊക്കെ പറയുന്ന ഈ സ്റ്റീരിയോ ടൈപ്പുകളെ ശരിവെക്കുന്ന രീതിയിലുള്ള തമാശകൾ പറയുകയോ ഒക്കെ ചെയ്താൽ എങ്ങനെയിരിക്കും? അയാൾ വിഷൻ സ്റ്റേറ്റ്മെന്റ്സിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള എന്താണ്? ജിജ്ഞാസ, കാരുണ്യം എന്നൊക്കെ പറയുന്ന മൂല്യങ്ങൾക്ക് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാളുടെ ദൗത്യ നിർവഹണത്തിനിടയിൽ, ആ കഥപറച്ചിലിനിടയിലുണ്ടായ പെരുമാറ്റത്തിലൂടെ അയാൾ പോലും അറിയാതെ പുറത്ത് ചാടിയത്. ഇനി ഈ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് ഒന്നും തോന്നരുത്, നമ്മളടക്കമുള്ള ഈ നാടക പ്രവർത്തകർ ഇടപെടുന്ന സംഘങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ വളരെ ഗീർവാണം മുഴക്കുന്ന ആശയങ്ങളെയും നമ്മുടെ നാടക പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ കാതലായ മൂല്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാറുണ്ടോ? ഇത്തരത്തിലുള്ള പൊരുത്തമില്ലായ്മയാൽ തകർന്ന ചില നാടക സംഘങ്ങളുടെ ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ വിഷൻ, മിഷൻ എന്തൊക്കെ നിങ്ങൾ എഴുതിയാലും അത് പ്രവൃത്തിയിൽ എത്തിക്കുന്ന സമയത്ത് നമുക്കുണ്ട് എന്ന് പറയുന്ന കോർ വാല്യൂസ് നമ്മൾ പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണണം. കേരളത്തിൽ നമുക്കറിയുന്ന നമ്മളടക്കം പങ്കാളികളായിരുന്ന എത്രയോ നാടക സംഘങ്ങൾ നമ്മളൊന്ന് മാറി എന്ന് കാണാൻ തയ്യാറായാൽ വലിയ പറച്ചിലൊക്കെ പറയും, പക്ഷെ പ്രവൃത്തിയിൽ ഈ മൂല്യങ്ങൾ വ്യക്തി എന്ന രീതിയിൽ, സംഘടന എന്ന രീതിയിൽ പലപ്പോഴും ഇല്ലാതിരിക്കുകയും അതിൻ്റെ പേരിൽ തകർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ എനിക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കോർ വാല്യൂസിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാം. ഇത് നേരത്തെ പറഞ്ഞ ആലയിൽ തിയേറ്റർ മാനേജ്മെന്റ് വർക്ക്ഷോപ്പ് നടത്തിയ ജുനൂൻ എന്ന് പറയുന്ന, ജുനൂൻ എന്നാണ് ആ സംഘടനയുടെ പേര്. ജുനൂനിൻ്റെ ഒരു പ്രോഗ്രാമാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫോർ ദ തിയേറ്റർ, ആർട്ട് ഓഫ് തിയേറ്റർ എന്ന് പറയുന്ന സ്മാർട്ട് എന്ന പ്രോഗ്രാം. അവരുടെ കോർ വാല്യൂസ് അവർ എഴുതിയിട്ടുള്ളത്: We believe that acknowledging and embracing differences in identity is essential to a dynamic cultural conversation. This is why we are committed to equity, diversity and inclusion in all areas of our organization and programming. അപ്പോൾ ആ സ്മാർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം അവരുടെ കോർ വാല്യൂസ് ആയി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ: ഒന്ന്, ആർട്ടിസ്റ്റിക് എക്സലൻസ്, കലാപരമായ ഔന്നത്യം; രണ്ട്, കമ്മ്യൂണിറ്റി, ഒരു സാമുദായിക ബോധം, അത് കുട്ടികളാകാം, ടീച്ചേഴ്സ് ആകാം, വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതാകാം, അത്തരം ഒരു കമ്മ്യൂണിറ്റി ഫീൽ ജനറേറ്റ് ചെയ്യാം. ഡൈവേഴ്സിറ്റി, വൈവിധ്യം; എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ജുനൂനിൻ്റെ പരിപാടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി, പലപ്പോഴും കേരളത്തിലെ പല സംഘങ്ങളും തകർന്നതിൻ്റെ പുറകിലുള്ള ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കോർ വാല്യൂ നമ്മൾ പാലിക്കാത്തതുകൊണ്ടാണ്. മറ്റൊന്ന്, എനിക്ക് വ്യക്തിപരമായിട്ട് ആലയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി. ആ വാക്ക് ഞാൻ ഈ അടുത്താണ് കേൾക്കുകയും ഞാൻ വായിക്കുകയും ചെയ്യുന്നത്. വെറും ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന എന്താ പറയുക, ഒരു ആതിഥ്യ മര്യാദയല്ല, റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു കല്യാണത്തിന് ചെല്ലുന്ന സമയത്ത് കല്യാണ വീട്ടിലെ അച്ഛൻ വന്ന് അവരും ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം പോകുന്നു. പക്ഷെ അവിടെ ഇരിക്കാൻ കസേരയില്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആരുമില്ല. അദ്ദേഹം നിങ്ങളോട് ഇരിക്കൂ, ഫീൽ അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. നേരെ മറിച്ച് അയാൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അയാൾ നിങ്ങളെ അടുത്ത് വന്ന് നിങ്ങൾക്കൊരു കസേര ഇട്ട് തരികയോ നിങ്ങൾ അവിടെ കംഫർട്ടബിൾ ആണോ എന്ന് ഉറപ്പാക്കുകയോ ചെയ്യുക. അതാണ് റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ റെസ്പെക്ട്, മനുഷ്യരോടുള്ള ബഹുമാനം; ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിക് പ്രാക്ടീസ്, സ്വതന്ത്രമായ കലാപ്രവർത്തനം. ഇതൊക്കെയാണ് മൂല്യങ്ങളുടെ ചില ഉദാഹരണങ്ങളായിട്ട് സ്മാർട്ടിൻ്റെ വർക്ക്ഷോപ്പിൽ അവർ മുന്നോട്ട് പറഞ്ഞത്. ഇത് ഞാൻ ഈ ഉദാഹരണം പറയാൻ കാരണം, ഒരു തിയേറ്റർ ഗ്രൂപ്പിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മളുടെ കാതലായ മൂല്യങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു.